SNECയുടെ മൂന്നാമത് കേന്ദ്രീകൃത പഠനാരംഭം മുഖദ്ദിമ തിരൂർ കൈനിക്കരയിലെ അഹമ്മദ് കുട്ടി മുസ്ലിയാർ മെമ്മോറിയൽ കോളേജിൽ വെച്ച് നടന്നു. സമസ്ത അധ്യക്ഷൻ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ദേശീയ അടിസ്ഥാനത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രത്യേകം താല്പര്യം എടുത്തുകൊണ്ട് നടത്തുന്ന ഒരു സംവിധാനമാണ് SNEC. ഇവിടെ ബഹുമാനപ്പെട്ട അധ്യക്ഷ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ച ഉറുദു വിദ്യാർത്ഥികൾക്കുള്ള ഒരു സ്കീമിനെ പറ്റി. അപ്പൊ ഉറുദു വിദ്യാർത്ഥികൾ ഉറുദു മാത്രമല്ല മറ്റ് ഇന്ത്യയിലുള്ള പല ഭാഷകളിലേക്കും നമ്മുടെ ഈ വിദ്യാഭ്യാസ പദ്ധതി അത് വ്യാപിപ്പിക്കാനും അത് വികസിപ്പിക്കാനും ഒക്കെയാണ് സമസ്ത കേരള ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത്. പൂർണ്ണമായും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഉപദേശ നിർദ്ദേശങ്ങൾ, അതാണ് തർക്കം. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഉപദേശ നിർദ്ദേശങ്ങൾ, അതിന്റെ തീരുമാനങ്ങളൊക്കെ അംഗീകരിക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പൊ സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അതിന്റെ ആശയങ്ങളും ആദർശങ്ങളും ഒക്കെ പൂർണ്ണമായി അംഗീകരിച്ച് അത് സ്വീകരിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന ഒരു വിദ്യാഭ്യാസ പദ്ധതി ആവശ്യം. വേറെ പല വിദ്യാഭ്യാസ സംവിധാനങ്ങളും ഉള്ള പലർക്കുണ്ടാവാം. അതൊന്നും സമസ്ത കേരള ജമിയത്തുൽ ഉലമയായിട്ട് ബന്ധപ്പെട്ടതോ ബന്ധപ്പെടാത്തതോ ഒക്കെ ഉണ്ടാവും. ഇത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഔദ്യോഗികമായി സംവിധാനം ചെയ്ത ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണ്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായി സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നിയന്ത്രണത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നടത്തപ്പെടുന്ന ഒരു വിദ്യാഭ്യാസ സംവിധാനം എന്നുള്ള നിലയ്ക്ക് ഇവിടെ കൂടിയ രക്ഷിതാക്കന്മാരോടും വിദ്യാർത്ഥികളോടൊക്കെ പ്രത്യേകം പറയാനുള്ളത്, നിങ്ങൾക്ക് വിശ്വസിച്ചു കൊണ്ടിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഏതെല്ലാം വകുപ്പുകളുണ്ടോ. കോഴിക്കോട് വലിയ കാസിയും SNEC PRSL ചെയർമാനുമായ സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ജമലുല്ലൈലി അധ്യക്ഷനായി. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് ജനറൽ സെക്രട്ടറിയും SNEC വൈസ് ചെയർമാനുമായ MT അബ്ദുള്ള മുസ്ലിയാർ മുഖ്യപ്രഭാഷണം നടത്തി. സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പഠനാരംഭത്തിന് നേതൃത്വം നൽകി. من ظلمة الجهل والوهم رب اشرح لي صدري ويسر لي أمري واحلل عقدة. സമസ്ത ട്രഷററും SNEC ജനറൽ കൺവീനറുമായ ഉമർ മുസ്ലിയാർ കൊയ്യോട് SNEC സന്ദേശം നൽകി. അക്കാദമിക് കൗൺസിൽ കൺവീനർ ഡോക്ടർ ബഷീർ പനങ്ങാങ്ങര അക്കാദമിക ഘടന അവതരിപ്പിച്ചു. SNEC QMS ചെയർമാൻ സയ്യിദ് മുഈൻ അലി ശിഹാബ് തങ്ങൾ പാണക്കാട് സംസാരിച്ചു. ശേഷം അവാർഡ് ദാന ചടങ്ങ് നടന്നു. സയ്യിദ് പൂക്കോയ തങ്ങൾ ബാലവി കാടാമ്പുഴ, ആദ്രശ്ശേരി ഹംസക്കുട്ടി മുസ്ലിയാർ, സയ്യിദ് സാബിഖ് അലി ശിഹാബ് തങ്ങൾ പാണക്കാട്, അബ്ദുൾ റഷീദ് അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് ഫഖറുദ്ദീൻ തങ്ങൾ, KKS തങ്ങൾ വെട്ടിച്ചിറ, സൈഫുള്ള തങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. والصبر والحرص في تعلم وذكاء وضربة وهدى مولى أحيانا ذكرت أعمانا كسر
2025-26 അധ്യയന വർഷത്തെ സമസ്ത നാഷണൽ എഡ്യൂക്കേഷൻ എൻട്രൻസ് ടെസ്റ്റിൽ 1ാം റാങ്ക് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡുകളും കൈമാറി. കാസ്കേഡിംഗ് പ്രോഗ്രാമിന്റെ കേന്ദ്രീകൃത മത്സര വിജയികൾക്കുള്ള അവാർഡുകളും നൽകി. അക്കാദമിക് കൗൺസിൽ അംഗം ഡോക്ടർ അസ്ലം വാഫി യൗമുൽ ഇബ്ദ ബുക്ക് ഓഫ് റെക്കോർഡ്സ് പരിചയപ്പെടുത്തി. ഷീ സ്ട്രീം അഫിലിയേറ്റഡ് സ്ഥാപനമായ നൂറുൽ ഇസ്ലാം വിമൻസ് അക്കാദമി വിദ്യാർത്ഥിനികൾ ഒരുക്കിയ പുസ്തകം ആദ്രശ്ശേരി ഹംസക്കുട്ടി ബാഗവി ജലീൽ ഹാജിക്ക് നൽകി പ്രകാശനം ചെയ്തു. വിദ്യാർത്ഥി അബ്ദുൽ ബാസിദിന്റെ കഥാസമാഹാരം AM പരീദ് എറണാകുളം ഉമർ ദാരിമി തച്ചണ്ണയ്ക്ക് നൽകി പ്രകാശനം ചെയ്തു. ഷുഹൈബുൽ ഹൈദമി വാരാമ്പറ്റ, ഡോക്ടർ അബ്ദുൽ ഗയ്യൂം കടമ്പോട് എന്നിവർ വിഷയങ്ങൾ അവതരിപ്പിച്ചു. സയ്യിദ് പൂക്കോയ് തങ്ങൾ കാടാമ്പുഴ സമാപന സന്ദേശത്തിനും പ്രാർത്ഥനയ്ക്കും നേതൃത്വം നൽകി. അക്കാദമിക് കൗൺസിൽ ചെയർമാൻ PM അബ്ദുസലാം ബാഗവി വടക്കേക്കാട് സ്വാഗതവും AKMM കോളേജ് ജനറൽ സെക്രട്ടറി ജലീൽ കൈനിക്കര നന്ദിയും പറഞ്ഞു.